Okay. Third observation, we found that a very few particles, alpha particles, suffered major deflection and even come back to the same direction. Or a very few alpha particles completely rebound on hitting the gold foil and turn back on their original path. എങ്ങനെയാണോ ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിലൂടെ പാസ് ചെയ്ത് അതേ പാത്തിൽ കൂടി തന്നെ കുറേ പാർട്ടിക്കിൾസ് റീബൗണ്ട് ചെയ്ത് തിരിച്ചു വന്നു. ഹിറ്റിംഗ് ദ ഗോൾഡ് ഫോയിൽ ആൻഡ് ഇറ്റ് ടേൺ ബാക്ക്. സോ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? The size of the nucleus is very small compared to the size of the atom, so that it rebound back, because a very few alpha particles appear to be rebound. That means most of the positive charge and mass of the atom is in the center. അപ്പോൾ ഏതോ ഒരു ഭാഗത്ത് തട്ടിയപ്പോൾ അത് റീബൗണ്ട് ചെയ്തു. അതായത് ഈ പാസ് ചെയ്ത ഹീലിയം ന്യൂക്ലിയേക്കായും കുറച്ചുകൂടെ മാസ്സുള്ള ഒരു കോൺസെൻട്രേറ്റഡ് സെൻറ്റർ എവിടെയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രൈക്ക് ചെയ്തത് ഒരു 4 യൂണിറ്റ് മാസ്സുള്ള ഒരു ആൽഫ റേസാണ്. അതിനേക്കാളും കുറച്ചുകൂടെ മാസ് എവിടെയോ ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്നു. അവിടെ സ്ട്രൈക്ക് ചെയ്യുമ്പോഴാണ് അത് തട്ടിത്തെറിച്ച് അതേ പാത്തിൽ തിരിച്ചു വരുന്നത്. അപ്പം നമ്മൾ വേറെ എവിടെയും ഈ റീബൗണ്ട് കണ്ടില്ല. ഒരിടത്ത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പാസ് ചെയ്ത് പോകുന്നു, ഒരിടത്ത് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നു, ഒരിടത്ത് ചില പാർട്ടിക്കിൾസ് റീബൗണ്ട് ചെയ്യുന്നു. ഈ റീബൗണ്ട് ചെയ്ത കാര്യം ഈ പാസ് ചെയ്ത ന്യൂക്ലിയേക്കായും മാസ് എവിടെയോ ആറ്റത്തിൻ്റെ ഉള്ളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്നു. ഓക്കെ, സോ ദീസ് വെയർ ദ 3 observation and conclusion made by Rutherford through his experiment, alpha ray scattering experiment. So we can conclude that most of the alpha particles passed through undeflected, that means passed through the gold foil. This means that they did not come across any obstruction in their path. ഒരിടത്ത് ഒരു ഒബ്സ്ട്രക്ഷൻ അവർ കണ്ടില്ല. അതായത് ആൽഫ റേസിന് കടന്നു പോകാൻ പറ്റും, ഒരു ഒബ്സ്ട്രക്ഷൻസും ആ പാത്തിൽ വന്നില്ല. സോ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് there are or most of the spaces in an atom is expected to empty. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ കുറേ സ്ഥലത്ത് എംറ്റി സ്പേസുകളുണ്ട്. അപ്പോൾ അവിടെയാണ് ഡിഫ്ലക്ഷൻ ഒന്നും സംഭവിക്കാതെ, ഒരു ഒബ്സ്ട്രക്ഷൻസ് ഒന്നും സംഭവിക്കാതെ ആൽഫ റേസിന് പാസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഒബ്സർവേഷൻ ഈസ് as a few alpha particles suffered minor deflection or major deflection. That means some deflected in small angles and some deflected in large angles. So what is the reason? So some particles must have met with some obstruction in their path. or some obstructions അവിടെ സംഭവിച്ചു. ആ ഒബ്സ്ട്രക്ഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് ലൈക്ക് ചാർജസ്, സം portions there is some light charges is there. When these particles are passed, ആ ലൈറ്റ് ചാർജിന് അടുത്തൂടെയോ കുറച്ചുകൂടെ ഡിസ്റ്റൻസിലോ പോകുമ്പോഴാണ് അവിടെ എന്ത് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. ലൈറ്റ് ചാർജസ് റിപ്പൾസ് ഈച്ച് അതർ. ഓക്കെ, സോ ദർ ഈസ് സം ഡിഫ്ലക്ഷൻ occur. So inside an atom some like charges, same kind of charges are concentrated. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ പോസിറ്റീവ് ചാർജാണ് പാസ് ചെയ്തത് കൊണ്ട് എവിടെയോ ചില സ്ഥലങ്ങളിൽ പോസിറ്റീവ് ചാർജിൻ്റെ ഒരു കോൺസെൻട്രേഷൻ, ഒരു കൂടിച്ചേരലുകൾ എവിടെയോ നടക്കുന്നത് ഉണ്ട്. തേർഡ് ഒബ്സർവേഷൻ ഈസ് സം പാർട്ടിക്കിൾസ് rebound back. Okay, so what is rebound back means? A few alpha particles completely rebound on hitting the atom. That means some concentrated centers are there having more mass. എവിടെയോ എടുത്ത് ഈ മാസുകളെല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത്, അപ്പോൾ വെയിറ്റ് കൂടുതലുള്ള എവിടെയോ ഒരു കോൺസെൻട്രേറ്റഡ് സെൻറ്ററുണ്ട്. അവിടെ ആൽഫ റേസ് തട്ടുമ്പോഴാണ് അത് റീബൗണ്ട് ചെയ്ത് കാണുന്നത്. Okay, and now Rutherford put forward the model of atom with these conclusion.
ഈ കൺക്ലൂഷൻ വെച്ച് റൂദർഫോർഡ് മോഡൽ പ്രപ്പോസ് ചെയ്തു. എന്താണ്? an atom has a positively charged nucleus at its center and most of the mass of the atom is in the nucleus. അപ്പം ഇവിടെ ഇതിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ട്, അവിടെയാണ് ഈ പോസിറ്റീവ് ചാർജ് എല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഡിഫ്ലക്ഷൻ സംഭവിച്ചത്. ലാർജ് ആംഗിളിലും സ്മോൾ ആംഗിളിലും റീബൗണ്ടും ചെയ്ത കാരണം എവിടെയോ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കും. അവിടെ അദ്ദേഹം പറയുന്ന ആ കോൺസെൻട്രേറ്റഡ് സെൻറ്ററിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ഓക്കെ, സോ he found out that positively charged nucleus of its center and most of the mass of the atom in the nucleus is concentrated at the center. Okay, the electrons revolve around the nucleus in different orbits. And എന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ കറങ്ങുകയാണ്, ഒരിടത്തും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒരു നിശ്ചിത പാത്തിലൂടെ ഇതിങ്ങനെ റിവോൾവ് ചെയ്യുന്നത് ഉണ്ട്. ഓക്കെ, സോ വി ക്യാൻ സേ that negatively charged particle is electron. Electron revolve around the nucleus in a different orbits. The size of the nucleus is very small compared to the size of the atom. So size of the nucleus is very small compared to the size of the atom. അപ്പം ആറ്റത്തെ സംബന്ധിച്ച് ഇതിനകത്തൊരു കോൺസെൻട്രേറ്റഡ് സെൻറ്റർ ഉണ്ട്. ആ കോൺസെൻട്രേറ്റഡ് സെൻറ്ററിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അതായത് ആ പോസിറ്റീവ് ചാർജ് എല്ലാം കൂടെ അതിനകത്ത് വരുന്നു. എന്നിട്ട് ഇതിന് മാസ് കൊടുക്കുന്നത് മൊത്തം ആ സെൻറ്റർ ആണെന്നും പറയുന്നുണ്ട്. ആ സെൻറ്ററിൽ തട്ടിയപ്പോഴാണ് റീബൗണ്ട് ചെയ്തത്. അപ്പം ഇതിനേക്കായി മാസ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്നു, സെൻറ്ററിൽ അപ്പം അദ്ദേഹം പറഞ്ഞു there is a center with a positive charge and electrons are revolving around that nucleus. Okay, അപ്പം ഇതിനകത്തൊരു സെൻറ്റർ ഉണ്ട്. സെൻറ്ററിനെ പോസിറ്റീവ്ലി കോൺസെൻട്രേറ്റഡ് സെൻറ്റർ എന്ന് പറയും, ആ സെൻറ്ററിനെ ന്യൂക്ലിയസ് എന്ന് പറയും. അതിന് ചുറ്റും electrons ഇങ്ങനെ റിവോൾവ് ചെയ്ത് കിടക്കുന്നു. that electrons are revolving in a fixed path. electrons are revolving in a fixed path.